സങ്കീർത്തനം 57 എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്താണ് കൃപ? കൃപ എന്നത് എല്ലാവരും ഏറ്റു പറയാം, ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. കൃപ വന്നപ്പോഴാണ് പാപത്തെ അകറ്റുന്നത്. കൃപയിലൂടെയാണ്. കൃപ എങ്ങനെ വന്നു? യേശുക്രിസ്തു വഴിയായി. അതാണ് യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം. പരിശുദ്ധാത്മാവിലുള്ള സംസർഗത്തിലുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം. അത് ഈ ഭൂമിയിൽ നിന്നും മുളച്ചു വന്നിരിക്കുന്ന ഒന്നല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നത്, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. കണ്ടോ, ഈശോയിലൂടെയുള്ള രക്ഷ വെളിവാകുന്നതിന് 1000-ലധികം വർഷം മുമ്പ് ഇസ്രായേൽ ജനത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ ഈ രക്ഷയെക്കുറിച്ചുള്ള പ്രവചന ഗീതങ്ങളാണ് ഇത് മുഴുവനും പുതിയ നിയമമാണ്. ഈശോയുടെ ജീവിതമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന രക്ഷയാണ് ഇതിലെ പ്രധാന ആശയം. എന്നാൽ എല്ലാം പ്രതീകമാണ്. കണ്ടോ, പ്രതീകമാണ്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരും? 1-2 കാര്യം പിരിച്ചെന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു. അതാണ് ആ കുരിശിൽ കിടന്ന് ഈശോ എല്ലാം പൂർത്തിയായിരിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നൊരു ദൈവമുണ്ട്. നമ്മളിപ്പോഴും ദശാംശം കൊടുക്കുന്ന ആൾക്കാരാണില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ദശാംശം കിട്ടുള്ളൂ. നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും? ദശാംശം കിട്ടും. ഞാനൊക്കെ ജീവിതം മുഴുവനും കർത്താവിന് കൊടുത്തേക്കാണ്. ഈ സിസ്റ്റർമാരൊക്കെ ജീവിതം മുഴുവനും കൊടുത്തേക്കണം. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടും? 100% കിട്ടും. ചിലവർ പറയാറുണ്ട്, ആ ദശാംശത്തിൻ്റെ ദശാംശം തന്നാൽ മതി എന്ന്. ദശാംശത്തിൻ്റെ ദശാംശം. അപ്പോൾ ഈ പഴയ നിയമം മുഴുവനും ദശാംശമാണ്. പുതിയ നിയമത്തിൽ ഓരോടത്തും ഈശോ ദശാംശം എന്ന് പറഞ്ഞിട്ടില്ല. ഈശോ പറഞ്ഞേക്കണ എന്താണ്? ആ വിധവ കൊടുത്തത് നോക്കൂ, അവളുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും കൊടുത്തു. ആരും ഓടിപ്പോവല്ലേ ഇത് കേട്ടിട്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സ്വന്തമാണെന്നുള്ള ഒരു ഭാവനയിലിരിക്കുകയാണ്. മരിക്കണതിൻ്റെ തലേ ദിവസം മനസ്സിലാവുള്ളൂ, ഓയ്യോ മരിക്കണമല്ലോ. മരിക്കാനല്ല പ്രശ്നം, ഇതെല്ലാം വിട്ടു പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പ്രശ്നം. ഇതെല്ലാം വിട്ടു പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാം ദൈവമാണ്. നമ്മൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. ഒന്ന് പറഞ്ഞ്, എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന്. ഒന്നും കൂടി പറഞ്ഞ്, എനിക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ ദശാംശം കൊടുക്കണോ മുഴുവനും കൊടുക്കണോ? ഏതാ നല്ലത്? അത് മുഴുവനും ഞാൻ അങ്ങേക്ക് തരുന്നു കർത്താവ്. ഞാനിവിടെ കുറച്ച് നാളത്തേക്കുള്ള ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്നേക്കണ ഒരു തീർത്ഥാടകനാണ്. ആണോ അല്ലയോ? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ല. ഇതൊക്കെ പള്ളി പറഞ്ഞാൽ മതി ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മളെല്ലാം നേരെ മറിച്ചാൽ. അപ്പോൾ ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കി. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. ദൈവത്തിൻ്റെ ഈ രക്ഷ മനുഷ്യൻ്റെ പ്രവൃത്തിയിലൂടെ അല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണെന്നുള്ള ബോധ്യത്തിൽ
നമുക്ക് ഈ സങ്കീർത്തനം പാടാം. 57-ാം സങ്കീർത്തനം. നിന്നുകൊണ്ട് പാടായിരിക്കും നല്ലത്. ഇരുന്നുകൊണ്ട് പാടിയാൽ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ സങ്കീർത്തനം ഏറ്റുപാടി പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 57. കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകോളം ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അമ്മയിലാണു ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അത്യുന്നതമായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ
നാവുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. മനുഷ്യ മക്കളെ ആർത്തിയോടെ വീഴുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങും നിറയട്ടെ. അവന്റെ കാലടികൾ കുവല വിളിച്ചു എന്റെ മനസ്സിടിഞ്ഞു പോയി. അവരുടെ കാലടികൾ കുവല വിളിച്ചു എന്റെ മനസ്സിടിഞ്ഞു പോയി. അവന്റെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിപ്പതിച്ചു. അവരുടെ വഴിയിൽ കുഴി കുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് തുറന്ന് ശബ്ദം ഉയർത്തി കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്താണ് കൃപ? കൃപ എന്നാൽ എന്താകുന്നു? ഇരിക്കാം. കൃപ എന്നാൽ എന്താണ്? ദൈവിക ദാനമാണ് കൃപ. അതിൻ്റെ അകത്ത് എന്താണ്? ഒരു ദാനം എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ്, ഒരു പെട്ടിയാണെന്ന് വിചാരിച്ചോ? അതിൻ്റെ കണ്ടന്റ് എന്താണ്? അതിൻ്റെ ഉള്ളടക്കം എന്താ? കൃപ കൃപ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എല്ലാ ദിവസവും കർത്താവ് ഞങ്ങളുടെ പേരിൽ കൃപയായിരിക്കണേന്ന് ഒരുപാട് പ്രാവശ്യം പറയണുണ്ട്. പക്ഷെ വാട്ട് ഈസ് ഇറ്റ്? സൗജന്യമായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ആരും അത് മേടിക്കാൻ വരാത്തത്. ഇവിടെ റേഷൻ കടയിൽ ഒരു കിലോ പഞ്ചസാര സൗജന്യമായിട്ട് കൊടുക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഇടിയായിരിക്കും രാവിലെ തന്നെ. പക്ഷേ കൃപ ഇവിടെ ഈ പള്ളിയിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? പക്ഷെ ഇവിടെ ഒരു ഇടിയില്ല, ഒരു ക്യൂ ഇല്ല, ഒന്നുമില്ല. എന്താണ് കൃപ? എല്ലാവരും ഈ വലതുകരം കൈ കൊണ്ട് ഉയർത്തുക. ഇടതുവശം ഇങ്ങനെ പിടിക്കുക. ഇടതുവശം മാനുഷികതയാണ്, വലതുവശം ദൈവികതയാണ്. ഉണ്ടോ? കൃപ എന്നത് ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാകുന്നു. ഒന്നുകൂടി എല്ലാവരും പറഞ്ഞ് കൃപ എന്നത് ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതിനാണ്. ഒന്നുകൂടി, കൃപ എന്നത് ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു. അപ്പോൾ ദൈവിക ജീവൻ മനുഷ്യനിൽ ഉണ്ടായിരുന്നത് ആദിമാതാപിതാക്കൾ ചെയ്ത പാപം മൂലം അവന് നഷ്ടപ്പെട്ടത് യേശു ക്രിസ്തു വീണ്ടെടുത്തുകൊണ്ട് ആ ദൈവിക ജീവൻ നമ്മളിലേക്ക് നൽകിയിരിക്കുന്നു. അതാണ് കൃപ. അത് നോക്കുമ്പോൾ ഒരു സാധനം മാതിരിയാണ് നമുക്ക് ചിന്തയിൽ വരുന്നത്. കൃപ എന്ന് പറഞ്ഞ ഒരു സാധനം മാതിരിയാണ്, ഇല്ലേ? എന്നാൽ അതൊരു സാധനമല്ല, മറിച്ച് ദൈവം തന്നെയാണ്. ത്രിത്വൈക ദൈവം. ദൈവിക ജീവൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം തന്നെ. അതാണ് ജീവദാതാവായ പരിശുദ്ധാത്മാവ്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ ത്രിത്വൈക വ്യക്തികളുടെ സംസർഗത്തിലാണ് നമ്മുടെ ജീവനെ ദൈവീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ പോലെ ആക്കും. നമ്മൾ ആരാവും? ദൈവത്തെ പോലെ. ഈ ഒറ്റ കാര്യം മനസ്സിലായാലേ എല്ലാം നമ്മൾക്ക് പ്രാർത്ഥനയും എല്ലാത്തിനും ഒരു പുതിയ അഭിരുചി വരും.
അപ്പോൾ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു? കൃപ ലഭിക്കുന്നു. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു? കൃപ ലഭിക്കുന്നു. നമ്മൾക്ക് കൂദാശകളിലൂടെ എന്ത് ലഭിക്കുന്നു? കൃപ. അപ്പോൾ കൃപ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുന്നു. എന്നാൽ ഈ കൃപയെക്കുറിച്ച് നമ്മൾ ആഴമായി അറിയണം. കൃപയുടെ പലവിധ പ്രവർത്തനങ്ങളുണ്ട്, പലവിധ. അതെല്ലാമാണ് തിയോളജിയിൽ പഠിച്ചതില്ലേ? നമ്മൾ ബൈബിൾ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇനി അല്പസമയം നമുക്ക് ഈ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ചട്ടം അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഉറങ്ങണ നേരത്ത് കുറച്ച് സമയം ഈ രാവിലെ കേട്ട ക്ലാസ്സുകൾ കേട്ടവർ കുറേ പേരുണ്ട്, ഉറങ്ങിയേക്കണവരും കുറേ പേരുണ്ട്. ഈ ഉറങ്ങിയേക്കണവർ എങ്ങനെ ഇതറിയാം? അപ്പം ഈ കേട്ടവർ എന്താണ് നിങ്ങൾക്ക് ഈ ഉറങ്ങിയവരോട് പറയാനുള്ളത്? എന്താണ് നിങ്ങൾ കേട്ടത്? ഇന്ന് ഉച്ചവരെ ഞാനിവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒന്ന് ചിന്തിച്ചേ. ഇന്ന് കേട്ട കാര്യങ്ങൾ, നിങ്ങൾ നമ്മുടെ ധ്യാനങ്ങൾ പലതും കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് കേട്ട കാര്യങ്ങളിൽ ഒന്ന് രണ്ട് ആശയം നിങ്ങൾക്ക് ഒരു അഭിരുചി പകർന്നതുണ്ടോ? എന്തെങ്കിലും ഒരു ജ്ഞാനം കിട്ടിയോ? ഒന്ന് ചിന്തിച്ച്, ഒന്ന് കണ്ണടച്ച് ചിന്തിച്ച്. ഉറങ്ങിപ്പോരുതേ, കണ്ണടച്ച് ചിന്തിക്കാനാണ് പറഞ്ഞത്. കണ്ണടച്ചുറങ്ങാനല്ല, കണ്ണടച്ച് ചിന്തിക്കുക. എന്താണ് ഇന്ന് കിട്ടിയ ഒരു കാര്യമെങ്കിലും ഒന്ന് ചിന്തിക്കുക. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഇന്ന് കേട്ടതിൽ എൻ്റെ ഹൃദയത്തെ ആഴമായി സ്പർശിച്ച ഒരു കാര്യം ഓർമ്മിപ്പിച്ചു തരണേ. അതിനെപ്പറ്റി നന്ദി പറയുന്നു. പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും ഇന്ന് അതിനൊരു പുതിയ ആഴമായ ഒരർത്ഥം കിട്ടി. അതിനെപ്പറ്റി നന്ദി പറയുന്നു. അതുപോലെ രണ്ടാമതൊരു കാര്യവും കൂടി കിട്ടിയോ? ഓർമ്മയിൽ വരുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തത്, അടുത്തിരിക്കണ ആളോട് പ്രഘോഷിക്കുക. അടുത്തിരിക്കണ ആളോട്, ദൂരമൊന്നും പോകണ്ട, അടുത്തിരിക്കണ ഒരാളോട് ഇതൊന്ന് പറയുക. പറഞ്ഞോളൂ, പങ്കുവയ്ക്കുക. സിസ്റ്ററിൻ്റെ അടുത്തിരുന്ന ആളെവിടെ പോയി? അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ഇത് പങ്കുവയ്ക്കുക. നിങ്ങൾ 3 പേരും കൂടി പറഞ്ഞാൽ കുഴപ്പമില്ല. എന്താണ് നിങ്ങളെ ഇന്നത്തെ ധ്യാനത്തിൽ സ്പർശിച്ച ആശയങ്ങൾ? പറയ്. കണ്ടോ, ഇപ്പോൾ ചിന്തിച്ചിട്ട് കിട്ടിയിട്ട് എന്താ പറയാത്തേ? അവിടെ പുറകുവശത്തിരിക്കുന്ന ചേച്ചിമാർ ഇങ്ങനെ നോക്കിയിരിക്കാണ്ടൊന്ന് പറയും. നിങ്ങൾ എന്താണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം, 2 കാര്യം, ഒരാശയം? പറയണവർ കുറേ പറയാനുള്ള മാതിരിയാണ് പറയണേ. പറഞ്ഞു കഴിഞ്ഞോ? ഓക്കെ, പറഞ്ഞു കഴിഞ്ഞോ? ഇനി പറഞ്ഞുകൊണ്ടിരുന്നോട്ടോ. പക്ഷെ ഇപ്പോൾ ഇനി പറഞ്ഞു കഴിഞ്ഞവർ ഇവിടെ വന്ന് പ്രഘോഷിക്കുക. നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങളെന്താ കേട്ടത്? വേറെ ഒന്നും പറയരുത്. കഴിഞ്ഞ ധ്യാനത്തെക്കുറിച്ചോ ഇതൊന്നും പറയരുത്. ഇപ്പോൾ നിങ്ങൾ എന്താ അടുത്ത ആളോട് പറഞ്ഞത്? എന്താണ് അവർ നിങ്ങളോട് പറഞ്ഞത്? 2-3 സെൻറ്റൻസ് വേഗം വരും. വേഗം വന്ന് പറയാം. അതാ ഈ ചേച്ചിയാണ് ഓടി വരണത്. ഇങ്ങോട്ട് കയറി പറയും. ഈശോ മാനവരാശിക്ക് മൊത്തം വേണ്ടിയാണ് മനുഷ്യനായി അവതരിച്ചത്. ഈശോ വന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, ഈ പാവപരിഹാര ബലിയായിട്ട് വന്ന് ഈശോയുടെ ജ്ഞാനം, ഈശോയുടെ കൃപയെന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവീകത മനുഷ്യനിലോട്ട് ലയിക്കുന്നതാണ്. ഉറക്കത്തിൻ്റെ ഇടയിൽ ഇത്രയൊക്കെ കേട്ടു. കൈയടിച്ച് കർത്താവ് നന്ദി പറയാം. വാ, ഇനി അടുത്ത ആൾ വരാം.
പ്രൈസ്തലോട്. അതായത് 2 പോയിൻറ്റ്സാണ് എന്നെ ആകർഷിച്ചത്. ഒന്ന്, നാം ജ്ഞാനസ്നാനം കൂടുമ്പോൾ നമുക്കൊരു പുതിയ പ്രകാശം കിട്ടുന്നു. അത് പൂർണ്ണമായിട്ടും നമുക്ക് യേശു കിട്ടുന്നുണ്ട്. പലപ്പോഴും നാം അത് അറിയുന്നില്ല, നമ്മുടെ പ്രകാശം എന്താണെന്ന്. പിന്നീട് മറ്റൊരു കാര്യം എന്നെ ശ്രദ്ധിച്ചത്, പിന്നീട് എല്ലാ പാപങ്ങളും ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹവ്വയെയും പുറത്താക്കിയത് അവരെ ശിക്ഷിക്കാനല്ല, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനമാണ് ഞാനിവിടെ കേട്ടത്. നമ്മൾ കൊച്ചുനാളിലേ കേട്ടതൊക്കെ പാപം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കും. നമ്മളുമൊക്കെ കുട്ടികളോട് അങ്ങനെ പറയുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ആരും എൻ്റെ ചിന്തയിലോ വരാറുന്ന മറ്റൊരു പുതിയൊരു വ്യാഖ്യാനം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.